മുറതെറ്റാതെ ആദ്യ വണ്ടിക്ക് നഗരങ്ങളിലേക്ക് പോകുന്നവർ, ആത്മവിശ്വാസത്തോടെയുള്ള വരവും പോക്കും, സമൃദ്ധിയുടെ പ്രതീകമായി നീങ്ങുന്ന വാഹനങ്ങൾ, നിഷ്കളങ്കമായ മനസ്സുകളിൽ നിറയുന്ന സന്തോഷം, വയലോരങ്ങളിലെ ഈ സ്വയം ഒത്തുചേരൽ. അതെ, പാൽ എന്ന മന്ത്രത്തിൽ ഇന്ന് എലപ്പുള്ളി ഒന്നാവുകയാണ്. സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞതായിരുന്നില്ല നമ്മുടെ ഇന്നലെകൾ. മഴയൊന്ന് ചതിച്ചാൽ വിണ്ടുകീറുന്ന പാടങ്ങളും കുടിവെള്ളത്തിനായുള്ള കാത്തിരിപ്പും ചെറിയ തൊഴിലുകൾ ചെയ്യുന്ന ഗ്രാമീണരും ഒക്കെ ചേർന്ന് വലിയ ലക്ഷ്യങ്ങളൊന്നുമില്ലാതിരുന്ന ഒരു സാധാരണ പാലക്കാടൻ ഗ്രാമമായിരുന്നു 2 വർഷം മുൻപ് വരെയും എലപ്പുള്ളി. നെൽകൃഷിയായിരുന്നു ഞങ്ങളുടെ ജീവിതം. നിരവധി പ്രശ്നങ്ങൾ മൂലം അത് നാമമാത്രമായപ്പോൾ പലരും കാലി വളർത്തൽ തുടങ്ങി. സംഘടിതരല്ലാത്ത കുറെ കർഷകർ, അങ്ങിങ്ങ് ചില ഡയറി ഫാമുകൾ, കുറെ അംഗങ്ങളും കുറച്ചു പാലുമായി ഏതാനും ക്ഷീരസംഘങ്ങൾ. ഇവയെ കോർത്തിണക്കാൻ ഒറ്റപ്പെട്ട ചില ശ്രമങ്ങൾ നടന്നിരുന്നു 1985 മുതൽ. പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാതെ കടന്നുപോയ കുറേ വർഷങ്ങൾ. ജനകീയ ആസൂത്രണത്തിന്റെ പുതിയ അലയൊലികൾ ഉയരുമ്പോഴാണ് ആത്മവിമർശനത്തിലൂടെ ഞങ്ങൾ സ്വയം ഒരു ചോദ്യം ചോദിച്ചത്. നാളെ എങ്ങോട്ട് എന്ന ചെറിയ വലിയ ചോദ്യം. ആ ചോദ്യം എലപ്പുള്ളി ഒന്നാകെ ഏറ്റെടുക്കുകയായിരുന്നു. പിന്നെ കാത്തുനിൽക്കാൻ സാവകാശമില്ലാത്ത വലിയൊരു യാത്ര ആരംഭിക്കുകയായി. എത്ര ഉൽപ്പാദിപ്പിച്ചാലും അധികമാകാത്ത ഒരു ഉൽപ്പന്നം, അതിനുവേണ്ട എല്ലാ ചുറ്റുപാടുകളുമുള്ള നമ്മുടെ ഗ്രാമം. സ്വയം അറിഞ്ഞ ശക്തിയിൽ പിഴവുകൾ കടന്നുവരാതെ മുൻ പിൻ നോക്കിയുള്ള ആസൂത്രണമായിരുന്നു പിന്നെ ഞങ്ങൾ നടത്തിയത്. ജനങ്ങൾ ഒരു തട്ടിൽ, വകുപ്പുകളും ഉദ്യോഗസ്ഥരും മറ്റൊരു തട്ടിൽ, ജനപ്രതിനിധികളും പഞ്ചായത്തും ഇനിയും വേറൊരു തട്ടിൽ എന്ന ശാപം പുതിയ മുന്നേറ്റത്തെ ബാധിക്കരുത് എന്ന് നിർബന്ധമുണ്ടായിരുന്നു ഞങ്ങൾക്ക്. അതുകൊണ്ടുതന്നെ വകുപ്പുകൾക്കതീതമായ പുതിയ കൂട്ടായ്മ ഉറപ്പുവരുത്താൻ ഞങ്ങൾ ശ്രദ്ധിച്ചു. പാലും പശുവും കേന്ദ്രബിന്ദുക്കളാക്കി കാർഷിക മേഖലയുടെ സമഗ്ര വികസനം, കേരളത്തിന് മാതൃകയാവുന്ന ഒരു ക്ഷീര പദ്ധതി. അങ്ങനെ എലപ്പുള്ളി മാതൃകാ ക്ഷീരഗ്രാമം പദ്ധതി പിറവിയെടുക്കുകയായിരുന്നു. 7 ക്ഷീരസംഘങ്ങളിലൂടെ 2400 ലിറ്റർ പാൽ എന്ന ഇന്നിൽ നിന്നും 9 സംഘങ്ങളും 10,000 ലിറ്റർ പാലും എന്ന സ്വപ്ന നാളെയിലേക്കുള്ള യാത്ര. പരിപാലന ചെലവ് കുറച്ചും ലാഭം കൂട്ടിയും മെച്ചപ്പെട്ട പശു വളർത്തൽ, പാൽ എന്ന ചിന്തയ്ക്കപ്പുറം വളരുന്ന സംരംഭങ്ങൾ, ആത്മവിശ്വാസമുള്ള ക്ഷീരകർഷകർ, ആവേശത്തോടെ കടന്നുവരുന്ന പുതിയ തലമുറ, കേരളത്തിന് എന്നും ഓർമ്മിക്കാൻ, അനുകരിക്കപ്പെടാൻ ഒരു ക്ഷീര മാതൃക. ഇങ്ങനെ നിരവധി ലക്ഷ്യങ്ങളുണ്ടായിരുന്നു ഞങ്ങൾക്ക്. ഒരു വശത്ത് താൽപ്പര്യമുള്ള കർഷകർക്കെല്ലാം ഗുണമേന്മയുള്ള പശുക്കളെ ലഭ്യമാക്കിയപ്പോൾ, മറുവശത്ത് അവയ്ക്ക് തീറ്റയൊരുക്കാനുള്ള നടപടികളും, വേറൊരിടത്ത് ലാഭകരമായ വിപണിയും, അതിനുമപ്പുറത്ത് കുറ്റമറ്റ ഏകോപനവും സാധ്യമാക്കി എലപ്പുള്ളി. കഴിഞ്ഞ 2 വർഷങ്ങളായി 50 ലക്ഷത്തിൽ പരം രൂപയാണ് ക്ഷീരമേഖലയ്ക്കായി ഞങ്ങൾ മാറ്റിവെച്ചത്. ഒപ്പം മറ്റ് ഏജൻസികളിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് രൂപയുടെ സഹായങ്ങളും. ഇതിലൂടെ ക്ഷീരോത്പാദനത്തിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളും സാഹചര്യങ്ങളും സൃഷ്ടിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. തീറ്റച്ചെലവ് പിടിച്ചു നിർത്താൻ ധാരാളം പുല്ലു വേണം. 1 ലക്ഷം രൂപയുടെ പുൽക്കടകൾ ധോണി ഫാമിൽ നിന്നും കൊണ്ടുവന്ന് സൗജന്യമായി വിതരണം ചെയ്തു. സ്വന്തമായി പശു ഉള്ളവരും ഇല്ലാത്തവരും പാടങ്ങളിലും പറമ്പുകളിലും പിന്നാമ്പുറങ്ങളിലും കയ്യാലപ്പുറത്തുമെല്ലാം തീറ്റപ്പുല്ല് വളർത്താൻ ആരംഭിച്ചു. 5 സെന്റുകാരും മാറി നിന്നില്ല. 1 പിടി പുല്ല് 1 കുടം പാല് എന്ന മുദ്രാവാക്യം 5000 കുടുംബങ്ങൾ ഏറ്റുചൊല്ലിയപ്പോൾ എലപ്പുള്ളി അക്ഷരാർത്ഥത്തിൽ ഒരു പുൽഗ്രാമമായി. ഒപ്പം കാലിത്തീറ്റയ്ക്കാവശ്യമായ അസംസ്കൃത വസ്തുക്കൾ വാങ്ങി പ്രാദേശികമായി കൂട്ടിക്കലർത്തി തീറ്റച്ചെലവ് 30% വീണ്ടും കുറയ്ക്കാം എന്ന കണ്ടെത്തൽ. ജനകീയ ആസൂത്രണത്തിലൂടെ 283 യൂണിറ്റുകൾ, 5 സ്ത്രീകളടങ്ങിയ 40 കുടുംബശ്രീ യൂണിറ്റുകൾക്ക് ആളൊന്നിന് 2 പശു വീതം. മൃഗസംരക്ഷണ വകുപ്പിന്റെ വിദർഭ പാക്കേജിൽ 20 പേർക്കായി 40 പശുക്കൾ. ക്ഷീരവികസന വകുപ്പിന്റെ മിൽക്ക് ഷെഡ് പദ്ധതി പ്രകാരം 85 പശുക്കൾ.
വിവിധ ബാങ്കുകളും മിൽമയുമൊക്കെ സഹകരിച്ച് 140 ഡയറി യൂണിറ്റുകൾ. അതെ, വിവിധ ഏജൻസികൾ കൈകോർത്തപ്പോൾ എലപ്പുള്ളിയിൽ പുതുതായി എത്തിയത് 1500 പശുക്കൾ. ആവേശത്തോടെ പശുവളർത്തലിലേക്കിറങ്ങുന്ന എലപ്പുള്ളിക്കാർക്ക് വിപണനം ഒരു ബാധ്യതയാവാതിരിക്കാൻ എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തിയിരുന്നു ഞങ്ങൾ. ഒന്നിനൊന്ന് മത്സരിക്കുന്ന 9 ക്ഷീരസംഘങ്ങൾ, മലബാർ മേഖലയിലെ 20 മികച്ച സംഘങ്ങളിൽ മുൻനിരയിൽ നിൽക്കുന്ന 7 സംഘങ്ങൾ. 1989 20 ലിറ്റർ പാലുമായി മരച്ചുവട്ടിൽ പ്രവർത്തനം തുടങ്ങി ഇന്ന് പാലളക്കുന്ന 150 അംഗങ്ങളും 1200 ലിറ്റർ പാലുമായി 1ാം സ്ഥാനത്ത് നിൽക്കുന്ന എലപ്പുള്ളി ക്ഷീരസംഘം. ഗുണമേന്മയുള്ള പാലിന് സ്ഥിരമായി അംഗീകാരങ്ങൾ നേടി ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന എണ്ണപ്പാടം സംഘം. പുരുഷന്മാരെ കടത്തിവെട്ടി ഓട്ടോറിക്ഷയിൽ കർഷകരുടെ അടുത്തെത്തി പാൽ സംഭരിക്കുന്ന മറ്റ് സംഘങ്ങളോട് കിടപിടിക്കുന്ന നെയ്തല വനിതാ സംഘം. ഒപ്പം തേനാരിയും ചേരുംകാടും എടുപ്പുകുളവും കൂളിയോടും ഉൾപ്പെടെയുള്ള സംഘങ്ങൾ. പാൽ വിൽക്കാൻ അകലേക്ക് പോകേണ്ട, എല്ലാ ബുധനാഴ്ചകളിലും കൃത്യമായി കയ്യിലെത്തുന്ന പാൽപ്പണം, സ്ഥിര വരുമാനം, മൃഗങ്ങൾക്കും ഉടമകൾക്കുമുള്ള മെഡിക്കൽ ഇൻഷുറൻസ്, ചികിത്സാ ക്യാമ്പുകൾ, പരിശീലനങ്ങൾ. വെറും പാൽ സംഭരണ കേന്ദ്രങ്ങൾ എന്നതിനപ്പുറം ക്ഷീരമേഖലയിലേക്ക് കൂടുതൽ പേരെ ആകർഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ആത്മവിശ്വാസം പകരുകയും ചെയ്യുന്ന സേവന കേന്ദ്രങ്ങളായി ഞങ്ങളുടെ 9 സംഘങ്ങളും മാറുകയായിരുന്നു. പുതിയ തലമുറയെക്കുറിച്ചും ഞങ്ങൾ ചിന്തിച്ചു. നാളെ എലപ്പുള്ളിയിലെ ക്ഷീരോത്പാദനം നിലച്ചു പോകരുത് എന്ന നിർബന്ധം ഞങ്ങൾക്കുണ്ടായിരുന്നു. പാൽ ആണ് എലപ്പുള്ളിക്ക് എല്ലാം എന്ന ചിന്ത കുരുന്നുകളുടെ മനസ്സിലുറപ്പിക്കാനുള്ള പദ്ധതികളും പഞ്ചായത്ത് നടപ്പാക്കി. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് തീറ്റപ്പുൽ കൃഷി പരിചയപ്പെടാനും ചെയ്തു പഠിക്കാനുമുള്ള പ്രോജക്റ്റുകൾ, ഡയറി ഫാം പഠന സന്ദർശനം, അങ്ങനെ ഒരുപാട് ഉദ്യമങ്ങൾ. ക്ഷീരമേഖല സജീവമാകുമ്പോൾ പരിസരം വൃത്തിഹീനമാകാം. ഇത് മറികടന്നു എന്ന് മാത്രമല്ല, ശുചിത്വത്തിനുള്ള നിർമ്മൽ പുരസ്കാരം രാഷ്ട്രപതിയിൽ നിന്ന് സ്വീകരിക്കാനും കഴിഞ്ഞുവെന്നത് ലക്ഷ്യത്തിലെത്താനുള്ള ഞങ്ങളുടെ നിശ്ചയദാർഢ്യം തന്നെയാണ്. വൃത്തിയുള്ള വീടും പരിസരവും തൊഴുത്തും എന്ന മുദ്രാവാക്യവുമായി തൊഴുത്തുകളുടെ വൃത്തി ഉറപ്പാക്കാൻ തറ കോൺക്രീറ്റ് ചെയ്യാൻ സഹായം നൽകിയും ബയോഗ്യാസ് പ്ലാന്റുകളും മണ്ണിര കമ്പോസ്റ്റിംഗും സാർവത്രികമാക്കിയുമാണ് ഞങ്ങൾ പരിസര വൃത്തി ഉറപ്പുവരുത്തിയത്. പശു വളർത്തൽ എന്നാൽ പാൽ മാത്രമല്ലെന്നും ഉൽപ്പന്ന വൈവിധ്യവൽക്കരണത്തിന്റെയും മൂല്യവർദ്ധനയുടെയും നേട്ടങ്ങൾ പാലിലും ചാണകത്തിലും മൂത്രത്തിലുമെല്ലാം പ്രയോജനപ്പെടുത്താമെന്നും തെളിയിച്ച് ക്ഷീരകർഷകരുടെ മനോഭാവം തന്നെ മാറ്റിയെടുക്കാനും ഇന്ന് ക്ഷീരഗ്രാമം പദ്ധതിക്ക് കഴിഞ്ഞിരിക്കുന്നു. $36.5 ലക്ഷം ലിറ്റർ പാൽ വിറ്റ് 7.5 കോടിയോളം രൂപയാണ് കഴിഞ്ഞ വർഷം എലപ്പുള്ളി നേടിയത്. ഒപ്പം ആയുർവേദ ഔഷധങ്ങൾക്കുള്ള ഗോമൂത്രം, കച്ചിയിൽ നിന്നുള്ള ബെയിലിംഗ് യൂണിറ്റുകൾ, ചാണക വരളി, ഭസ്മം, ജൈവവളം തുടങ്ങിയവയിലൂടെ ലക്ഷക്കണക്കിന് രൂപയാണ് കർഷകർക്ക് ലഭിച്ചത്. ഇടയ്ക്ക് തരിശുകിടന്ന പാടങ്ങൾ വീണ്ടും സജീവമായിരിക്കുന്നു. കോഴി വളർത്തൽ ഉൾപ്പെടെ മറ്റു രംഗങ്ങളും ഉണരുകയാണ്. ഞങ്ങളുടെ കരുത്തും സാധ്യതകളും തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുതന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പശു വളർത്തലിലും പുൽകൃഷിയിലും ക്ഷീരസംഘങ്ങളുടെ പ്രവർത്തനങ്ങളിലുമെല്ലാം മാതൃകകൾ സൃഷ്ടിക്കുകയും കൂടുതൽ മുന്നേറ്റങ്ങൾക്ക് തയ്യാറെടുക്കുകയുമാണ് ഞങ്ങൾ. ഒപ്പം സ്ത്രീകളെ ശക്തരാക്കി കുടുംബങ്ങളിൽ പുതുവെളിച്ചം നിറയ്ക്കാനും ഞങ്ങൾക്ക് സാധിച്ചിരിക്കുന്നു. വ്യക്തമായ ലക്ഷ്യത്തോടെ സ്വയം തിരിച്ചറിഞ്ഞ് 2 വർഷത്തെ ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ ഒരു ഗ്രാമത്തിന്റെ നിശ്വാസമാകാൻ ഞങ്ങൾക്ക് കഴിയുമ്പോൾ ഓരോ ഗ്രാമവും സ്വന്തം ശേഷിയും ഐശ്വര്യവും തിരിച്ചറിയട്ടെ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന.